ഇറാനിലെ ആണവ കേന്ദ്രം ആക്രമിച്ച ഇസ്രായേൽ. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ടെഹ്റാന് സമീപമുള്ള തലേഗാൻ ആണവ കേന്ദ്രം ഇറാൻ സേന ആക്രമിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ, സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇറാൻ സൈന്യം തന്നെ പുറത്തുവിട്ടു. ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ ആയുധ നിർമ്മാണം നടക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു തലേഗാൻ ആണവ നിർമ്മാണ കേന്ദ്രം. ഈ ആണവ നിർമ്മാണ പരീക്ഷണ കേന്ദ്രത്തിലേക്ക് 2024 ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ദ്രുതഗതിയിൽ ഈ ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ എത്തിക്കുകയും ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് പോവുകയും ചെയ്തതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ ആക്രമണം, അതിമാരകമായ വ്യോമാക്രമണം തലേഗാൻ ആണവ ആയുധ കേന്ദ്രത്തിലേക്ക്, ആണവ പരീക്ഷണ കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. പാതി നിർമ്മിച്ചതും അല്ലാത്തതുമായ നിരവധി ആണവായുധങ്ങളും ആണവായുധ നിർമ്മാണ സാധന സാമഗ്രികളും ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആക്രമണത്തിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി. ടെഹ്റാനെ പൂർണ്ണമായും പിടിച്ചു കുലുക്കുന്ന സ്ഫോടന പരമ്പരകളാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഭൂമി കുലുക്കത്തിന് സമാനമായ പ്രകമ്പനങ്ങൾ കിലോമീറ്ററുകൾ ദൂരം കേട്ടുവെന്ന് പ്രദേശവാസികൾ തന്നെ വ്യക്തമാക്കുകയാണ്. നിരവധി കേന്ദ്രങ്ങൾ, ഈ കോമ്പൗണ്ടിനുള്ളിലുള്ള തലേഗാൻ ആണവ ആയുധ നിർമ്മാണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ കോമ്പൗണ്ടിനുള്ളിലുള്ള നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഒരു പർവ്വതത്തിൻ്റെ അടിവാരത്താണ് പ്രധാനമായും തലേഗാൻ ആണവായുധ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ട്, ഈ പർവ്വതത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതിനുള്ളിലും പുറത്തുമായിട്ടാണ് ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഈ പർവ്വതങ്ങളിൽ കുഴിച്ച തുരങ്കങ്ങൾക്കുള്ളിലാണ് ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിന് അതീവ സുരക്ഷ ഒരുക്കിയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഈ മേഖല കൃത്യമായി തന്നെ കണ്ടെത്തുകയും ഈ മേഖലയിലേക്ക് അതിരൂക്ഷമായ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തുകയുമാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുന്നു. വലിയ സ്ഫോടനങ്ങൾ, വലിയ തീഗോളങ്ങൾ ഒക്കെ തന്നെ ഈ മേഖലയിൽ ഉയർന്നിരിക്കുന്നു. ഭൂകമ്പത്തിന് സമാനമായിട്ടുള്ള വലിയ പ്രകമ്പനങ്ങളുണ്ടായി. ആക്രമണത്തിന് പിന്നാലെ വലിയ ഗർത്തങ്ങൾ ഈ മേഖലയിൽ രൂപപ്പെട്ടു. ഈ പർവ്വതത്തിൻ്റെ ഒരു ഭാഗം തന്നെ തകർന്നു തരിപ്പണമായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ടെഹ്റാനിലും പരിസരങ്ങളിലുമുള്ള ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ലക്ഷ്യമിടുന്നത്. നദാൻ ആണവായുധ നിർമ്മാണ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ ഇത് തലേഗാൻ ആണവായുധ പരീക്ഷണ കേന്ദ്രം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ടെഹ്റാനിലും പരിസര പട്ടണങ്ങളിലുമായി നിരവധി ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങളും ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളും ഉണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കണ്ടെത്തൽ. ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇനി വരും മണിക്കൂറുകളിലും നടത്താനിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ പലവട്ടം ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. 3-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ഇറാന് നേരെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണമുണ്ടായത്. ആക്രമണത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, ഇറാനെ ആണവപരമായി ഇല്ലാതാക്കുക, ഇറാനെ ആണവപരമായി നിരായുധീകരിക്കുക. ഇതായിരുന്നു ഈ യുദ്ധത്തിൻ്റെ വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തന്നെ അവർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾക്ക് പച്ചക്കൊടി കൊടുത്ത, ഇറാനെ ആണവ പരീക്ഷണത്തിന് നിർബന്ധിച്ച ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയെ തന്നെ ആദ്യ ഘട്ടത്തിൽ ഇസ്രായേലി സേനയും അമേരിക്കയും വധിച്ചു. അതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമനേയിയുടെ പുത്രൻ മുസ്താബ ഖമനേയി പുതിയ സുപ്രീം ലീഡറായി ചുമതലയേറ്റു. മുസ്താബ ഖമനേയിക്ക് നേരെയും കഴിഞ്ഞ ദിവസം വധശ്രമമുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ മുസ്താബ ഖമനേയിയുടെ വസതിക്ക് കേടുപാടുണ്ടായെന്നും മുസ്താബ ഖമനേയിക്ക് പരിക്കേറ്റെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഇതേക്കുറിച്ച് ഒരു സ്ഥിരീകരണത്തിന് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നേ ദിവസം ഇറാനിലെ മെഹർ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വാർത്തകൾ ശരിയാണെങ്കിൽ മുസ്താബ ഖമനേയിക്ക് പരിക്കേറ്റിരുന്നു. എന്നാൽ പരിക്ക് ഗുരുതരമല്ല, അദ്ദേഹം ആരോഗ്യവാനായി തുടരുന്നു എന്നാണ് ഇന്ന് മെഹർ വാർത്താ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത്. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമായ തലേഖാൻ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാനിലെ
ഇറാനിൽ ആണവായുധങ്ങൾ പൂർണ്ണതോതിൽ ഇല്ല എന്നാണ് ഇസ്രായേലിൻ്റെ അമേരിക്കൻ കണക്കുകൂട്ടൽ. അതായത് പൂർണ്ണമായി നിർമ്മിച്ച ആണവായുധങ്ങൾ ഇറാനിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ പാതി നിർമ്മിച്ചവയും പൂർണ്ണമായും നിർമ്മിക്കാൻ വേണ്ടി എത്തിച്ചിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെയും വലിയ ശേഖരം, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വലിയ ശേഖരം, ഇതൊക്കെ തന്നെ ഇറാനിലുണ്ടാകാം. ഇത് ഇനിയും അവിടെ തുടർന്നാൽ അല്ലെങ്കിൽ ഇത് ഇനിയും അവിടെ സംരക്ഷിക്കാൻ അനുവദിച്ചാൽ വരും കാലത്ത് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറും. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ അത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മാത്രമല്ല ലോക സമാധാനത്തിന് തന്നെ അത് വലിയ ഭീഷണിയാകുമെന്നാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഇറാനിലെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനും ഇറാനെ പൂർണ്ണമായും ആണവ നിരായുധീകരണ രാജ്യമാക്കി മാറ്റാനുമാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിടുന്നത്. 2025 ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയിരുന്നു. അന്നും ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാൻ്റെ പ്രതിരോധ കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയുമായിരുന്നു. അന്നും നദാൻസ് അടക്കമുള്ള ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഈ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ പഴയ സ്ട്രക്ചറിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ ഇറാൻ വിജയിച്ചു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ വേഗത്തിലുള്ള പല നീക്കങ്ങൾ നടക്കുന്നതായി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സാറ്റലൈറ്റുകൾ കണ്ടെത്തി. അതിന് പിന്നാലെയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു യുദ്ധത്തിന് അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുത്തിരിക്കുന്നത്. പുതുവർഷത്തിൽ തന്നെ ആ യുദ്ധം ആരംഭിക്കാൻ അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ആ ആക്രമണം യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചത്. യുദ്ധം ഇപ്പോഴും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. ഇറാനാകട്ടെ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ സൈനിക ബേസുകളിലേക്ക് നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും നടത്തുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഷാഹിദ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നത്.